പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. വേഗം തന്നെ നമുക്ക് കറണ്ട് അഫയേഴ്സ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ ടോപ്പ് അച്ചീവ് വിഭാഗത്തിൽ ആന്ധ്രാപ്രദേശിനും ഗുജറാത്തിലും ഒപ്പം ഇടം നേടിയ സംസ്ഥാനം ഏതാണ്? കേരളം. വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ ടോപ്പ് അച്ചീവ് വിഭാഗത്തിൽ ആന്ധ്രാപ്രദേശിനും ഗുജറാത്തിനും ഒപ്പം ഇടം നേടിയ സംസ്ഥാനമാണ് കേരളം. അടുത്ത ക്വസ്റ്റ്യൻ, ട്രാൻസ്ജെൻഡറുകൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ ജോലിയിലും 6 മാസത്തിനുള്ളിൽ സംവരണം ഏർപ്പെടുത്തണമെന്ന് നിർദ്ദേശം നൽകിയ ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതി. ട്രാൻസ്ജെൻഡറുകൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ ജോലിയിലും 6 മാസത്തിനുള്ളിൽ സംവരണം ഏർപ്പെടുത്തണമെന്ന് നിർദ്ദേശം നൽകിയ ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. സുപ്രീം കോടതിയിൽ നിയമിതനായ മലയാളി ജഡ്ജി വിനോദ് ചന്ദ്രൻ. പ്രഥമ ഖോ വേൾഡ് കപ്പ് ഭാഗ്യചിഹ്നങ്ങൾ തേജസ് ആൻഡ് താര. 2025 ജനുവരിയിൽ ISROയുടെ വിക്ഷേപണ തറ അതായത് ലോഞ്ച് പാഡ് സ്ഥാപിക്കാൻ കേന്ദ്രമന്ത്രി സഭയുടെ അംഗീകാരം ലഭിച്ചത് എവിടെയാണ്? 2025 ജനുവരിയിൽ ISROയുടെ വിക്ഷേപണ തറ അതായത് ലോഞ്ച് പാഡ് സ്ഥാപിക്കാൻ കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചത് എവിടെയാണ്? ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ. ഡ്രോണുകളെ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ മൈക്രോ മിസൈൽ ഏതാണ്? ഭാർഗവാസ്ത്ര. ഡ്രോണുകളെ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ മൈക്രോ മിസൈലാണ് ഭാർഗവാസ്ത്ര. ആമസോൺ സ്ഥാപകൻ ജെഫ് ബേസോസിന്റെ കമ്പനിയായ ബ്ലൂ ഒറിജിന്റെ പരീക്ഷിച്ചു വിജയിച്ച കൂറ്റൻ റോക്കറ്റ്. ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസിന്റെ കമ്പനിയായ ബ്ലൂ ഒറിജിന്റെ പരീക്ഷിച്ച് ജയിച്ച കൂറ്റൻ റോക്കറ്റാണ് ന്യൂ ഗ്ലെൻ. വൃക്ഷ, ആയുർവേദ, ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദ ഓൾമൈറ്റി എന്നീ പുസ്തകങ്ങൾ രചിച്ചത് PS ശ്രീധരൻ പിള്ള. വൃക്ഷ, ആയുർവേദ, ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദ ഓൾമൈറ്റി എന്നീ പുസ്തകങ്ങൾ രചിച്ചത് PS ശ്രീധരൻ പിള്ള. ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം മത്സരങ്ങൾ കളിച്ച താരം. ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം മത്സരങ്ങൾ കളിച്ച താരമാണ് നൊവാക് ജോക്കോവിച്ച്. കൈകളുടെ സ്വാധീനം നഷ്ടപ്പെട്ടവരെ പിടിച്ചു നടത്താൻ IIT മദ്രാസ്, വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലെ ഗവേഷകർ വികസിപ്പിച്ച പോർട്ടബിൾ റോബോട്ട് പ്ലൂട്ടോ പ്ലഗ് ആൻഡ് ട്രെയിൻ റോബോട്ട്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2024 ഓടക്കുഴൽ അവാർഡിന് അർഹനായത് K. അരവിന്ദാക്ഷൻ. ഗോപ എന്ന നോവലിനാണ് പുരസ്കാരം. ഇന്ത്യയിലെ ആദ്യ ഓർഗാനിക് ഫിഷറീസ് ക്ലസ്റ്റർ നിലവിൽ വന്നത് സിക്കിമിലാണ്. ആദ്യ ഓർഗാനിക് ഫിഷറീസ് ക്ലസ്റ്റർ. 2 നദികളെ ബന്ധിപ്പിക്കുന്ന പദ്ധതി നടപ്പാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. 2 നദികളെ ബന്ധിപ്പിക്കുന്ന പദ്ധതി നടപ്പാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ്. 2025 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമാണ് ഫ്രാൻസ്. 2025 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഫ്രാൻസ്. ഓൺലൈൻ തട്ടിപ്പ് കോളുകൾ ജനങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന പോർട്ടൽ സഞ്ചാർ സാത്തി പോർട്ടൽ. സഹകരണ മേഖലയിൽ നേരിട്ടുള്ള വ്യാപാരത്തിന് ആരംഭിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അങ്ങാടി കേരള ആപ്പ്. സഹകരണ മേഖലയിൽ നേരിട്ടുള്ള വ്യാപാരത്തിന് ആരംഭിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് അങ്ങാടി കേരള ആപ്പ്. കേരളത്തിലെ ആദ്യ വിമാന കമ്പനിയായ എയർ കേരളയുടെ പ്രവർത്തന കേന്ദ്രമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് കൊച്ചിയിലാണ്. കേരളത്തിലെ ആദ്യ വിമാന കമ്പനിയായ എയർ കേരളയുടെ പ്രവർത്തന കേന്ദ്രമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് കൊച്ചിയിലാണ്. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിനു വേണ്ടി വിജയകരമായി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിനു വേണ്ടി വിജയകരമായി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ എന്താണ്? സാഖി.
ദ വേൾഡ് ആഫ്റ്റർ ഗാസ എന്ന പുസ്തകം എഴുതിയത് ദ വേൾഡ് ആഫ്റ്റർ ഗാസ എന്ന പുസ്തകം എഴുതിയത് പങ്കജ് മിശ്ര. ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് മതേതരത്വം എന്ന വാക്ക് നീക്കം ചെയ്യണമെന്ന് ഭരണഘടനാ പരിഷ്കരണ കമ്മീഷൻ ശുപാർശ ചെയ്തത്? ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് മതേതരത്വം എന്ന വാക്ക് നീക്കം ചെയ്യണമെന്ന് ഭരണഘടനാ പരിഷ്കരണ കമ്മീഷൻ ശുപാർശ ചെയ്തത്? ബംഗ്ലാദേശിൻ്റെ. എക്സൈസ് ഡബിൾ സ്ട്രൈക്ക് ഏത് രാജ്യത്തിൻ്റെ സൈനിക അഭ്യാസമാണ്? ഇന്ത്യ. എക്സൈസ് ഡബിൾ സ്ട്രൈക്ക് ഏത് രാജ്യത്തിൻ്റെ സൈനിക അഭ്യാസമാണ്? ഇന്ത്യയുടെ. ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക മന്ദിരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇരവിമംഗലം, തൃശ്ശൂർ. ഇൻസ്റ്റാഗ്രാമിൻ്റെ വീഡിയോ എഡിറ്റിംഗ് ആപ്പ് ഏതാണ്? എഡിറ്റ്സ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലൈയിങ് ടാക്സി പ്രോട്ടോടൈപ്പ് ശൂന്യ. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലൈയിങ് ടാക്സി പ്രോട്ടോടൈപ്പ് ശൂന്യ. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപിതമായതിൻ്റെ എത്രാം വാർഷികമാണ് 2025 ജനുവരി 25 പൂർത്തിയായത്? 75-ാം വാർഷികം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപിതമായതിൻ്റെ എത്രാം വാർഷികമാണ് 2025 ജനുവരി 25 പൂർത്തിയായത്? 75-ാം വാർഷികം. ഇതോടെ ഇന്നത്തെ ആനുകാലിക വാർത്തകൾ, അതായത് കറണ്ട് അഫയേഴ്സ് തീർന്നു. വേറൊരു കറണ്ട് അഫയേഴ്സുമായി വേഗം തന്നെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.